ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED സെമസ്റ്റർ 1 പേപ്പർ 105 ഗണിതം പഠനവും ബോധനവും യൂണിറ്റ് 4 പ്രശ്ന നിർദ്ധാരണം ഗണിത പഠനത്തിൽ പ്രോബ്ലം സോൾവിംഗ് ഇൻ മാത്തമാറ്റിക്സ് എന്ന ചാപ്റ്റർ നോക്കാം. എല്ലാ വീഡിയോസും പരീക്ഷയെ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വെച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ് ഗണിതത്തിലെ പ്രശ്നം, വാട്ട് ഈസ് എ പ്രോബ്ലം. സാധാരണയായി ക്ലാസ് മുറികളിൽ ചെയ്യുന്ന യാന്ത്രികമായ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം നേരിട്ട് കുട്ടിക്ക് നേരിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതും എന്നാൽ ചിന്തയിലൂടെയും യുക്തിയിലൂടെയും മാത്രം പരിഹരിക്കാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങളെയാണ് ഗണിതത്തിൽ പ്രശ്നമെന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല, കുറച്ച് ചിന്തിച്ച് യുക്തിപൂർവം കുറച്ച് പ്ലാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അവിടെയാണ് ഗണിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. എന്താണ്, എല്ലാ കണക്കുകളും പ്രശ്നങ്ങളല്ല അല്ലെ. ഒരു കുട്ടിക്ക് മുൻപ് അറിയാവുന്ന ഫോർമുല നേരിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന എക്സസൈസും ഉണ്ട്, അതൊക്കെ ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നാൽ പുതിയ ചിന്ത അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സാഹചര്യങ്ങളെ പുതിയതിനെ നേരിടുമ്പോൾ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പ്രശ്ന നിർദ്ധാരണത്തിന്റെ ഘട്ടങ്ങളുണ്ട്. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് നേരിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ നേരത്തെ അറിയാവുന്ന മുന്നറിവുകൾ ഉപയോഗിച്ച് മുന്നേ അറിയുന്ന ഫോർ എക്സാമ്പിൾ ഒരു ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടി ചെയ്യുന്നതിൽ ഒരു പ്രശ്നം വരുന്നില്ല. പുതിയതായിട്ട് കുട്ടി പഠിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം. പുതിയൊരു സാഹചര്യത്തെ മറികടക്കാൻ, പുതിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അവിടെയാണ് കുട്ടിക്ക് എന്തുണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. ഗണിതത്തിൽ പ്രശ്ന നിർദ്ധാരണത്തിന്റെ ഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്സ് ആണ് അടുത്തത് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ ജോർജ് പോളിയ പ്രശ്ന പരിഹരണത്തിനായിട്ട് 4 പ്രധാന ഘട്ടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രശ്നം മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം, ആസൂത്രണം ചെയ്യൽ, ഡിവൈസിങ് എ പ്ലാൻ, അതുപോലെ തന്നെ പദ്ധതി നടപ്പിലാക്കലും, അതുപോലെ പുനഃപരിശോധനയും. ഇത്രയുമാണ് ഘട്ടങ്ങൾ. സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ചോദിക്കും. പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങൾ, ഗണിതത്തിലെ പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങൾ, ജോർജ് പോളിയയുടെ പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങൾ. പ്രശ്നം മനസ്സിലാക്കലാണല്ലേ, അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം. ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നം നമുക്ക് മനസ്സിലാവണം, അറിഞ്ഞിരിക്കണം. അല്ലാതെ ചുമ്മാ ചെന്ന് നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രശ്നം പ്രോബ്ലമായി വരുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് നമ്മൾ ചുമ്മാ കയറി ചെന്നിട്ട് നമ്മൾ എന്ത് പറയും. അതുപോലെ തന്നെയാണ് ഗണിതത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതും. പ്രശ്നം മനസ്സിലാക്കണം, ചോദ്യത്തിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്, എന്താണ് കണ്ടെത്തേണ്ടത് എന്ന് കുട്ടി തിരിച്ചറിയുന്ന ആദ്യഘട്ടമാണിത്. ആദ്യഘട്ടമാണ് പ്രശ്നം മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം എന്ന് പറയുന്നത്. എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ കണ്ടെത്തണം, ഏത് രീതിയിൽ കണ്ടെത്തണം, എന്താണ് കണ്ടെത്തേണ്ടത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം. ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ, പ്ലാനിങ് ആണ്. ഡിവൈസിങ് എ പ്ലാനിങ്, നൽകിയിരിക്കുന്ന വിവരങ്ങളും കണ്ടെത്തേണ്ട കാര്യവും തമ്മിലുള്ള ബന്ധം അല്ലെ. ആ വിവരവും നമ്മൾ ഇനി കണ്ടെത്താൻ ഉദ്ദേശിച്ചേക്കുന്ന കാര്യവും തമ്മിൽ എന്താണ് ബന്ധം, എന്ത് രീതിയിൽ ഏത് രീതിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം, ഏത് ഗണിത ക്രിയ, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, അല്ലെങ്കിൽ ഏത് സമവാക്യം, ഏത് രീതിയിൽ ഈ സാധനം നമ്മൾ സോൾവ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. നമ്മൾക്ക് സങ്കലനത്തിലൂടെയോ വ്യവകലനത്തിലൂടെയോ ഗുണനത്തിലൂടെയോ അല്ല, സമവാക്യത്തിലൂടെയോ ഇക്വേഷൻസിലൂടെയാണോ ഈ ഒരു കാര്യം സോൾവ് ചെയ്യേണ്ടത്. മാത്സിലെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള പ്രോബ്ലംസ് അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഗണിതത്തിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആസൂത്രണം ചെയ്യണം, പ്ലാൻ ചെയ്യണം, നൽകിയിരിക്കുന്ന വിവരങ്ങളും കണ്ടെത്തേണ്ടതും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഏത് ക്രിയ ഉപയോഗിക്കണം, ഈ സമവാക്യമാണെങ്കിൽ സമവാക്യം, ഏത് സമവാക്യം ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്യുകയാണ് നെക്സ്റ്റ് ഘട്ടം. പ്രശ്നം മനസ്സിലാക്കൽ, ആസൂത്രണം,
പദ്ധതി നടപ്പിലാക്കുക, ക്യാരിയിങ് ഔട്ട് ദി പ്ലാൻ ആണ്. ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കണ്ടേ? നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുകയാണ്, നാളെ മുതൽ ഞാൻ നേരത്തെ എണീക്കും, ഇന്നതൊക്കെ ചെയ്യും. പക്ഷെ പ്ലാൻ ചെയ്ത് വെറുതെ ബുക്കിൽ എഴുതി വെച്ചു, നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ നടപ്പിലാക്കണം. മുൻപ് തീരുമാനിച്ച ആസൂത്രണം അനുസരിച്ച് കണക്കുകൾ കൂട്ടുകയും ഘട്ടം ഘട്ടമായി പ്രശ്നം നിർദ്ധാരണം ചെയ്ത് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു. പദ്ധതി നടപ്പിലാക്കൽ, ക്യാരിയിങ് ഔട്ട് ദി പ്ലാൻ ആണ്. അപ്പം മുൻപ് തീരുമാനിച്ച ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഘട്ടമായിട്ട് പ്രശ്ന പരിഹരണത്തിലേക്ക് ഏർപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ആൻസറിലേക്ക് എത്തിയപ്പോഴെന്താണ്? പദ്ധതി നടപ്പിലായി. ലാസ്റ്റ് എന്താണ്? പുനഃപരിശോധന, ലുക്കിംഗ് ബാക്ക് ആണ്. പുനഃപരിശോധന, സിംഹാവലോകനം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് അത്ര ശ്രദ്ധിക്കേണ്ട. ഓരോ ടെക്സ്റ്റിലും ചിലപ്പോൾ ഓരോ നെയിമായിരിക്കും കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി നമുക്ക് ജയിക്കാനായിട്ട്. അപ്പം എന്താണ്? പുനഃപരിശോധന, കണ്ടെത്തിയ ഉത്തരം ശരിയാണോ അതാണ് പരിശോധിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് താരതമ്യപ്പെടുത്തി പരിശോധിക്കും, അല്ലെങ്കിൽ ടീച്ചർ പറയുമ്പോൾ നമ്മൾ പരിശോധിക്കും, അല്ലേ? കണ്ടെത്തിയ ഉത്തരം ശരിയാണോ, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ, മറ്റൊരു രീതിയിൽ ഈ ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ നോക്കുന്ന ഘട്ടമാണ് ഏറ്റവും ലാസ്റ്റ് പരിശോധനാ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം ഏതാണ്? പ്രോബ്ലം സോൾവിങ്, അല്ലെ? ഗണിതത്തിലെ പ്രോബ്ലം സോൾവിങ്ങിന് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ജോർജ് പോളിയ പറഞ്ഞു വെച്ചേക്കുന്ന 4 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നം മനസ്സിലാക്കൽ, രണ്ടാമത്തത് ആസൂത്രണം ചെയ്യൽ, 3 പദ്ധതി നടപ്പിലാക്കൽ, 4 പുനഃപരിശോധന എന്നിവയാണ്. ഇനി തന്ത്രങ്ങളുണ്ട്. നമ്മൾ ആദ്യം ബോധന രീതിയും തന്ത്രങ്ങളും പറഞ്ഞതുപോലെ തന്നെ പ്രശ്നപരിഹരണ രീതികളും തന്ത്രങ്ങളും ഉണ്ട്. അതിൽ പ്രശ്നപരിഹരണ രീതികൾ കഴിഞ്ഞാൽ പിന്നെ തന്ത്രങ്ങളാണ്. കുട്ടികൾക്ക് കണക്ക് കൂട്ടലുകൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ അധ്യാപകർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില പ്രധാന തന്ത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. പിന്നോട്ട് ചിന്തിക്കൽ, നമ്മൾ പറയില്ലേ പുറകിലേക്ക് ചിന്തിക്കുക, പുറകിലോട്ട് ചിന്തിക്കണം, വർക്കിംഗ് ബാക്ക്വേർഡ്സ്. അവസാന ഫലത്തിൽ നിന്ന് തുടങ്ങി ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുക. ഫൈനൽ റിസൾട്ട്, അവസാന ഫലത്തിൽ നിന്ന് പിന്നോട്ട് ചിന്തിക്കണം. നമ്മൾ മാത്സിൽ എന്താണ്? പിന്നോട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ മാത്സിൽ ഓരോന്നും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കണം, അല്ലേ? കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനൊക്കെ നമ്മൾ യുക്തിപരമായി ചിന്തിക്കണം. ആദ്യത്തേതാണ് പിന്നോട്ട് ചിന്തിക്കല്. അവസാന ഫലത്തിൽ നിന്ന് തുടങ്ങി ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുക. നമ്മൾ റിവൈസ് ചെയ്യില്ല, ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ നമ്മൾ കൂട്ടുന്നു കുറയ്ക്കുന്നു. ഇപ്പൊ ചില പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് മനക്കണക്കായിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. ആ പുറകോട്ട് ചിന്തിക്കാൻ കഴിവ് കുറച്ച് കുറവാണെങ്കിൽ നമ്മളുടെ ആൻസറൊക്കെ നമ്മൾ എപ്പോഴും തെറ്റിക്കും. അപ്പൊ നമ്മൾ പുറകോട്ട് ചിന്തിക്കുക. ചിത്രങ്ങളോ ഗ്രാഫുകളോ വരയ്ക്കൽ, വിഷ്വലൈസിങ് ഓർ ഡ്രോയിങ് ഡയഗ്രാംസ്. ചോദ്യത്തിലുള്ള വിവരങ്ങളോ ലളിതമായ ചിത്രങ്ങളെയോ പട്ടികകളായി മാറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ചിത്രം ഗ്രാഫും ഒക്കെ വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ എന്താണ്? ഗണിതം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ തന്ത്രങ്ങളിൽ പെടുന്നതാണ് ചിത്രങ്ങളും ഗ്രാഫുകളും ഒക്കെ വരയ്ക്കുന്നത്. ഒരു പാറ്റേൺ കണ്ടെത്തൽ, ഫൈൻഡിങ് എ പാറ്റേൺ. സംഖ്യകളിലോ രൂപങ്ങളിലോ ആവർത്തിച്ചു വരുന്ന ക്രമം കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുക. അതുപോലെ തന്നെ ലളിതമായ രൂപത്തിലേക്ക് മാറ്റുക. സോൾവിങ് എ സിംപ്ലർ പ്രോബ്ലം. എന്താണ്? സിംപ്ലർ പ്രോബ്ലം, സിമ്പിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ലളിതമായ രൂപത്തിലേക്ക് മാറ്റുക. വലിയ സംഖ്യകൾ നൽകിയിരിക്കുന്ന ചോദ്യമാണെങ്കിൽ അവയ്ക്ക് പകരം ചെറിയ സംഖ്യകൾ ഇട്ട് ആദ്യം ചെയ്തു നോക്കുക. ഇതൊക്കെ കുട്ടിക്ക് നമ്മൾ നൽകേണ്ട കുട്ടികളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട എന്താണ്? തന്ത്രങ്ങളാണ്. ഇപ്പൊ രീതികൾ മാത്രമല്ല, തന്ത്രങ്ങളുണ്ട്. ബോധന രീതിയും തന്ത്രവും പഠിച്ചതുപോലെ പ്രശ്ന അപഗ്രഥന രീതികളും തന്ത്രങ്ങളും ഉണ്ട്. നമ്മൾ ടീച്ചേഴ്സ് നടപ്പിലാക്കേണ്ട തന്ത്രങ്ങളാണ് കേട്ടോ. പിന്നോട്ട് ചിന്തിക്കല്, ചിത്രങ്ങളോ ഗ്രാഫുകളോ വരയ്ക്കല്, ഒരു പാറ്റേൺ കണ്ടെത്തല്, ലളിതമായ രൂപത്തിലേക്ക് മാറ്റുക. ഇതെല്ലാം കുട്ടികളിൽ പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങളാണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പരീക്ഷാ കേന്ദ്രീകൃത മാതൃകാ ചോദ്യോത്തരങ്ങൾ ഒന്ന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു Q&A സെക്ഷൻ പോലെ നോക്കാം. ചോദ്യം 1 എന്താ? ഗണിത പഠനത്തിൽ പ്രശ്ന നിർദ്ധാരണ രീതിയുടെ ഗുണങ്ങൾ എന്തൊക്കെ? ഉത്തരം: കുട്ടികളിൽ യുക്തിചിന്തയും വിമർശനാത്മക ചിന്തയും വളർത്തുന്നു. എന്താണ്? പ്രശ്ന നിർദ്ധാരണ രീതിയുടെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിന്റെ ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്ന ഗുണങ്ങളുടെ. എന്താണ്? കുട്ടികളിൽ ലോജിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും വർദ്ധിക്കുന്നു, വളരുന്നു. യുക്തിചിന്തയും വിമർശനാത്മക ചിന്തയും, അല്ലെ? യുക്തിചിന്തയും വിമർശനാത്മക ചിന്തയും കുട്ടികളിൽ വളരുന്നു. യുക്തിചിന്തയാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കഴിവ്. വിമർശനാത്മക ചിന്ത ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നിത്യജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നു. കുട്ടികൾക്ക് സ്വയം കണ്ടെത്തലുകളിലൂടെ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ലേണിംഗ് ബൈ ഡൂയിങ്. എന്താണ്?
പ്രശ്നപരിഹരണത്തിലൂടെ കുട്ടി ഇതൊക്കെയാണ് നേടുന്നത്. ഗണിത പഠനത്തിൽ പ്രശ്ന നിർദ്ധാരണ രീതി, ഗണിത പഠനത്തിലെയാണ് വീണ്ടും വീണ്ടും ആലോചിക്കുക, ഗണിത പഠനത്തിലെ പ്രശ്ന നിർദ്ധാരണത്തിലൂടെ കുട്ടി ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവയെല്ലാം വളർത്തുന്നു. അതുപോലെ തന്നെ യഥാർത്ഥ പ്രശ്നങ്ങളെയൊക്കെ ധൈര്യത്തോടെ നേരിടുന്നു. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, സ്വയം കണ്ടെത്തലുകൾ നടത്തുന്നു. വെറും ഒരു മനഃപ്പാഠമാക്കുന്ന രീതി ഒഴിവാക്കാൻ സഹായിക്കുന്നു. മനഃപ്പാഠമാക്കുന്നതിന് പകരം കുട്ടി ആക്ടിവിറ്റി ബേസ്ഡിൽ ഇങ്ങനെ പോകുവാണ്, സ്വന്തമായിട്ട് അവൻ കണ്ടെത്തലുകൾ നടത്തുവാണ്. അപ്പോൾ അവൻ്റെ മൈൻഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു, കൂടാതെ ഓർമ്മയിൽ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ചാപ്റ്റർ 4 ആയിരുന്നു. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഗണിതത്തിലെ പ്രശ്നങ്ങളാണ്. പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു, രീതികൾ ഉണ്ടായിരുന്നു, തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ജോർജ് പോളിയയുടെ തന്ത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ടാണ് എന്ത് നൽകിയിരിക്കുന്നത്, ക്ലാസ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു അനലൈസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് 5th യൂണിറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്